നല്ലൊരു പ്രീമിയം ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ കളക്ഷൻസാണ് ഇന്ന് വരുന്നത് കേട്ടോ. ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിൽ ഫുൾ ബോഡിയും ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റിലാണ് സാരീസ് വരുന്നത്. നോർമലി ക്രഷ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഗ്ലോസി ഒരു ഫ്ലാഷി ലുക്കിലായിരിക്കും ടിഷ്യൂ സാരീസ് വരുന്നത്. ഈ സാരീസ് പക്ഷേ അങ്ങനെയല്ല, നല്ലൊരു മാറ്റ് ഫീലിലാണ്. ക്രഷ് ടിഷ്യൂ ആണെങ്കിലും നല്ലൊരു മാറ്റ് ഫീലിൽ വരുന്ന നല്ല എലഗൻറ്റ് കളക്ഷൻസാണ് സാരി. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് ഫ്രീ ഷിപ്പിംഗ് ആണ്. വീഡിയോ കണ്ടു നോക്കിയാലോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല എലഗൻറ്റ് പാർട്ടി വെയർ സാരീസാണ് ഇന്ന് വരുന്നത്. സോഫ്റ്റ് ക്രഷ് ടിഷ്യൂ ആണ് ഫാബ്രിക് വരുന്നത്. ഫസ്റ്റ് വൺ നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഓണിയൻ പിങ്കിലും നല്ലൊരു മൾട്ടി കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട് ത്രൂ ഔട്ട് ദ ബോഡി. ഇതേ പാറ്റേണിൽ തന്നെ നല്ലൊരു ലാവൻഡർ, പേർപ്പിൾ, ബോട്ടിൽ ഗ്രീൻ, മസ്റ്റേർഡ്, യെല്ലോ അങ്ങനെ ഒരുപാട് കളർ കോമ്പിനേഷൻസിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. സിമ്പിൾ ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഒരു ആൻറ്റീക് ഷെയ്ഡിലുള്ള ഒരു റിബൺ ബോർഡറാണ് വരുന്നത്. ബോഡി നല്ല എലഗൻ്റ് ആയിട്ട് വരുന്നത്. ഫാബ്രിക്കും ക്രഷ് ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാട്ടോ സാരിയുടെ മെറ്റീരിയൽ. ഞാൻ ക്ലോസർ ഷോട്ട് കാണിക്കാം. കണ്ടോ, ഈ ഒരു ടെക്സ്ചർ നമുക്ക് കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നല്ലൊരു മാറ്റ് ഫീലിലാണ്. പക്ഷേ ടിഷ്യൂ യാൺസ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും നല്ലൊരു മാറ്റ് ഫീലിലാണ് സാരി വരുന്നത്. നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്കാണ് സാരിക്ക് വരിക. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് സെയിം ഈ ഒരു ടോണിൽ തന്നെ ഓണിയൻ പിങ്ക് ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ നല്ലൊരു ഡിസ്ചാർജ് പ്രിൻറ്റിലുള്ള ഫ്ലോറൽ ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ ഫോട്ടോ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത സാരി വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആട്ടോ. ലഹരിയ ഡിസൈനാണ് സാരി വരുന്നത്. അത് നല്ലൊരു മൾട്ടിപ്പിൾ കോമ്പിനേഷനിൽ വളരെ സോഫ്റ്റ് കളർ കോമ്പിനേഷൻ ഉണ്ട്. ഒട്ടും അങ്ങനെ ബ്രൈറ്റോ ലൗഡോ ആയിട്ടുള്ള കളർ കോമ്പിനേഷനല്ല വരുന്നത്. നല്ല സട്ടിൽ കോമ്പിനേഷനുള്ള ലഹരിയ ഡിസൈൻസ് ആണ് ബോഡി വരുന്നത്. അതിലും ഒരു സിമ്പിൾ ബോർഡർ വരുന്നുണ്ട് സാരിക്ക്. ഇതായിരിക്കും പാറ്റേൺ വരിക. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ലോവർ ബോർഡർ വരുമ്പം ഫ്ലോറൽ ഡിസൈൻസിലാണ്. ഇതായിരിക്കും കേട്ടോ ലോവർ ഏരിയ വരുന്നത്. ഫുൾ ഈ ഒരു ഫ്ലോറൽ പാറ്റേൺസ് വരുന്നുണ്ട്. മുന്താണി ഞാൻ ഫസ്റ്റ് സാരിക്ക് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ. ഗീച്ച വീവിലാണ്. ഞാൻ ഓണിയൻ പിങ്ക് ഇൻട്രോ സാരി കാണിച്ചല്ലോ. എല്ലാ സാരീസിനെയും പല്ലു ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. പല്ലുവിൽ നല്ലൊരു വുമൺ സ്റ്റൈലിൽ ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു സോഫ്റ്റ് കോമ്പിനേഷനിൽ ലഹരിയ ഡിസൈൻ, ഡയഗണൽ പാറ്റേണിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസ് വിത്ത് സിമ്പിൾ ബോർഡർ, ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻ്റ് ആയിരിക്കും ലോവർ ഏരിയ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു സോഫ്റ്റ് കോമ്പിനേഷൻ. ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ലഹരിയ ഡിസൈൻസും വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഡിസ്ചാർജ് പ്രിൻറ്റിലാണ് സാരിക്ക് ബ്ലൗസ് വരുന്നത്. അതും ആ ഒരു ക്രഷ് ടിഷ്യൂവിൽ തന്നെ കേട്ടോ. മാറ്റ് ഫീലിലാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഒട്ടും ഗ്ലോസി അല്ല. സാരീസ് വരുന്ന വളരെ സട്ടിലായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. സാധാരണ നമ്മൾ ക്രഷ് ടിഷ്യൂ എപ്പോഴും ഒരു ഗ്ലോസി ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് വളരെ മാറ്റ് ഫീലിൽ വരുന്ന സാരീസാണ്. ഡിജിറ്റൽ പ്രിൻറ്റിലാണ്, ഡിസ്ചാർജ് പ്രിൻറ്റിലുള്ള ബ്ലൗസ് വരുന്നുണ്ട്. ക്രഷ് ടിഷ്യൂവിൽ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു മെറ്റാലിക് ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിലും എല്ലാ സാരീസിലും ആ ഒരു ഗോൾഡൻ യാൺസ്, ആ ടിഷ്യൂ യാൺസ് വരുന്നുണ്ട് സാരിക്ക്. ഒരു ഡ്യുവൽ കോമ്പിനേഷനിലായിരിക്കും സാരി വരുന്നത്. ഒരു ഗോൾഡൻ ഗ്രേ എന്ന് പറയാൻ നമുക്കൊരു മെറ്റാലിക് ടോണിലാണ് സാരി വരുന്നത്. ഇതിലും ഫ്ലോറൽ ഡിസൈൻസ് ആണ്. ഫുൾ ബോഡി വരുന്നത് ഫ്ലോറൽ പാറ്റേണിൽ തന്നെ. ഈ ഒരു പാറ്റേണിലാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത്. സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഒരു 1/4 ഇഞ്ചിലുള്ള ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. എല്ലാ സാരീസിനെയും ടെക്സ്ചർ കണ്ടോ, ഇതായിരിക്കും കേട്ടോ. നമ്മൾ ക്ലോസറിൽ വരുമ്പം ഈ ഒരു പാറ്റേണാണ്. ഫുൾ ഒരു ക്രഷ് ഫീൽഡ് തന്നെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് ലൈറ്റ് ഒരു ബ്രൗൺ ആണ്, ഒരു ഗ്രീനിഷ് ബ്രൗണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത്. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താനിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ആ ഒരു മെറ്റാലിക് ഗ്രേ ടോണിൽ തന്നെയായിരിക്കും ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിനും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട്. എല്ലാ സാരീസിനും അതേ ക്രഷ് ടിഷ്യൂവിൽ തന്നെ ഫ്ലോറൽ ഡിസൈനിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. വീണ്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷനിൽ, നല്ലൊരു പ്ലസൻറ്റ് കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് ക്രഷ് ടിഷ്യൂ സാരി വരുന്നത് കേട്ടോ. ഇതിൻ്റെ ബേസ് വരുന്നത് നല്ലൊരു അക്വാ ബ്ലൂ ആണ്, ഒരു ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിലും നല്ലൊരു മൾട്ടിപ്പിൾ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ഫുൾ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. നല്ല സോഫ്റ്റ് കളർ കോമ്പിനേഷനാണ്. നല്ലൊരു ക്രംബിൾ ഫീലാട്ടോ സാരി വരുന്നത്. മുന്താണി വരുന്നതും അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻസ് വിത്ത് ഗീച്ച വുമൺ പാറ്റേണിലായിരിക്കും സാരിയുടെ മുന്താണിയുടെ എൻഡ് വരുന്നത്. അക്വാ ബ്ലൂവിലായിരിക്കും ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ആ ഒരു പാറ്റേണിൽ തന്നെ, ആ ഒരു അക്വാ ബ്ലൂവിൽ ഡിസ്ചാർജ് ഡിസൈനിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇതായിരിക്കും കേട്ടോ പാറ്റേൺ. സ്മോൾ ഫ്ലോറൽ ഡിസൈൻസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു ഗ്രീൻ ആട്ടോ സാരി വരുന്നത്. അതും ഒരു ഗ്രീൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടോണാണ് സാരി വരുന്നത്. ഒരു വെർട്ടിക്കൽ ലൈൻ പാറ്റേൺസ് വരുന്നുണ്ട്. നല്ലൊരു ക്ലാസി ലുക്കിലാട്ടോ സാരി വരുന്നത്.
വെർട്ടിക്കൽ ലൈൻ ഡിസൈൻസ് വരുന്നുണ്ട്. ഒരു കാക്ടസ് ഗ്രീൻ, ഒരു മെഹന്തി ഗ്രീൻ, ആ ഒരു ടോണിലാണ് സാരി വരുന്നത്. സിമ്പിൾ ബോർഡർ, 1/4 ഇഞ്ചിലുള്ള സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. ക്രഷ് ടിഷ്യൂ ആട്ടോ, എല്ലാ സാരീസിൻ്റെ ഫാബ്രിക് വരുന്ന ക്രഷ് ടിഷ്യൂ ആണ്. ഇതിൽ നല്ലൊരു പാറ്റേണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും എൻറ്റയർ ബോഡിയിലും ലോവർ പാർട്ട് കംപ്ലീറ്റ് വരുന്ന ഈ ഒരു പാറ്റേണിലാണ്. ഇതൊക്കെ നമ്മൾ ഉടുക്കുമ്പോഴാണ് ഈ സാരിയുടെ ഭംഗി വരുന്നത്. ഫുൾ ഈ ഒരു സ്റ്റൈൽ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം സാരി. കണ്ടോ, ഇതായിരിക്കും സാരി വരുന്നത്. ലോവർ ഏരിയ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട്. സിമ്പിൾ ബോർഡർ, മുന്താണി വരുന്നതും അതേ പാറ്റേണിൽ തന്നെ ഗീച്ച വീവിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ സാരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ആ ഒരു ലൈൻ ഡിസൈൻസിൽ, ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് ലൈറ്റ് മസ്റ്റേർഡ് യെല്ലോ ആണ് സാരിയുടെ ബേസ് കേട്ടോ. അതിൽ നല്ലൊരു മൾട്ടിപ്പിൾ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ക്രഷ് ടിഷ്യൂ തന്നെയാണ് എല്ലാ സാരീസിൻ്റെയും ഫാബ്രിക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ആണ്. നല്ലൊരു സോഫ്റ്റ് കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്. ഇതാട്ടോ സാരിയുടെ ക്ലോസർ ഷോട്ട് ഇങ്ങനെ വരിക. ആ ഒരു ക്രഷ് ഫീലുള്ളത് നമുക്ക് ക്ലോസറിൽ വരുമ്പോഴേ ആ ഒരു ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത് ഞാൻ ക്ലോസറിൽ വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ്. ഇതിൻ്റെ ഫാബ്രിക്കാണ് ഇതിൻ്റെ മെയിൻ ആ ഒരു ഹൈലൈറ്റ്. നമ്മളൊരു ഫംഗ്ഷന് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിലും നല്ലൊരു ലുക്കാണ് സാരിക്ക് വരുന്നത്. ടെക്സ്ചർ നല്ലൊരു ഫീലാണ് വരുന്നത് സാരിക്ക് കേട്ടോ. മുന്താണിയും ബോർഡും എല്ലാം ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് സാരിക്ക് വരുന്നത്. പല്ലു ഗീച്ച വൂവൻ പാറ്റേണിലാണ് മുന്താണിയുടെ എൻഡ് വരുന്നത്. ടാസൽസ് അറ്റാച്ച്ഡ് ആണ്. ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരിക്ക്. ആ ഒരു പാറ്റേണിൽ യെല്ലോയിലാണ് ഡിസ്ചാർജ് ഡിസൈനിലുള്ള ബ്ലൗസ്. ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിലെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ നല്ലൊരു ബേജാണ്, ലൈറ്റ് ബേജാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ലൈറ്റ് ബേജിലും സോഫ്റ്റ് കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ, ടീൽ ഗ്രീൻ, ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ഈ സാരീസ് നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും പറ്റും. യങ്സ്റ്റേഴ്സിന് നമുക്കൊരു കോളേജ് ഫംഗ്ഷനോ അങ്ങനെയുള്ള നല്ല സ്റ്റൈലിഷ് ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയും ഡ്രേപ്പ് ചെയ്യാം. മിഡിൽ ഏജുകാർക്കും കുറച്ചൊരു പ്രായമുള്ള നമ്മുടെ അമ്മമാർക്കും എല്ലാം ഉടുക്കാൻ പറ്റുന്ന ടൈപ്പിൽ തന്നെ. അപ്പോൾ കംപ്ലീറ്റ് ഒരു പാർട്ടി വെയർ സാരീസാണിത്. പല്ലു സെയിം ആ ഒരു ഡിസൈനിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലാണ് മസ്റ്റേർഡ് യെല്ലോ, ടീൽ ഗ്രീൻ വിത്ത് ഗീച്ച വുവൺ സ്റ്റൈലിലായിരിക്കും മുന്താണി വരുന്നത്. ലൈറ്റ് ബേജിൽ തന്നെയാണ് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ഡിസ്ചാർജ് പ്രിൻറ്റിലായിരിക്കും, ക്രഷ് ടിഷ്യൂവിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പേർപ്പിൾ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ഡീപ്പസ്റ്റ് പേർപ്പിളാണ് സാരി വരുന്നത്. അതിലും ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. നല്ലൊരു മൾട്ടി കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. സിമ്പിൾ ബോർഡർ, രണ്ട് സൈഡിലും സിമ്പിൾ ബോർഡർ വരുന്നുണ്ട്. ക്രഷ് ടിഷ്യൂ തന്നെയാണ് സാരിയുടെ ഫാബ്രിക്. ഞാൻ വീണ്ടും പറയുകയാണ്, സാരീസ് മാറ്റ് ഫീലിലാണ് വന്നിരിക്കുന്നത്. ഒട്ടും അങ്ങനെ ഗ്ലോസിയോ തിളക്കമുള്ളതോ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. ടിഷ്യൂ യാൺസ് വന്നിട്ടുണ്ട്, പക്ഷേ നല്ലൊരു മാറ്റ് ഫീലിലാണ് സാരി വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സ്കാറ്റേഡ് ഫോമിൽ ബോഡിയിൽ വരുന്നുണ്ട്. ലോവർ ബോർഡർ വരുമ്പം ഈ ഒരു പാറ്റേണിലാട്ടോ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കണ്ടോ, നമ്മൾ ഉടുക്കുമ്പം ഈ ഒരു സ്റ്റൈലിൽ വരും. സെയിം ടോണിൽ തന്നെയാണ് എല്ലാ സാരീസിനും ബ്ലൗസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രാൻസ്പെറൻസി വലിയൊരു പ്രശ്നമാകത്തില്ല നമുക്ക് ഉടുക്കുമ്പോൾ. മുന്താണി ഗീച്ച വീവിൽ തന്നെയാണ് സാരിയുടെ മുന്താണിയുടെ എൻഡ് ഫിനിഷ് ചെയ്യുന്നത്. ഗീച്ച വൂവൺ പാറ്റേണിലാണ് ഈ ഒരു ഇത് വരുന്നത്. ഡീപ്പ് പേർപ്പിളാണ് ടാസിൽസ് വരുന്നത്. ഡിസ്ചാർജ് പ്രിൻറ്റിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം ടോണിൽ തന്നെ, പേർപ്പിൾ ടോണിൽ തന്നെ ഡിസ്ചാർജ് ഡിസൈനിലാണ് റണ്ണിങ് ബ്ലൗസ്. ക്രഷ് ടിഷ്യൂവിലെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ചിക്കു ബ്ലെൻഡഡ് ബേജാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്. ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഫുൾ ബോഡിയും വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയുടെ ക്ലോസർ ഷോട്ട് ഇങ്ങനെയാട്ടോ വരുന്നത്. ആ ഒരു ക്രംബിൾ ഫീൽ തന്നെയാണ് സാരി വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും. നല്ലൊരു പാറ്റേണിലാണ് ഇതിൽ ഡിസൈൻസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് മസ്റ്റേർഡ് യെല്ലോ, ഗ്രീൻ, ഒരു ഡാർക്ക് ബ്രൗൺ, ഒരു കോറൽ ഷെയ്ഡ്, ആ ഒരു ടോണിലായിരിക്കും സാരി കംപ്ലീറ്റ് ഫ്ലോറൽ ഡിസൈൻസ്. അതേ പാറ്റേണിൽ തന്നെ സാരിയുടെ മുന്താണി വരുന്നത്. ഗീച്ച വീവിലാണ് മുന്താണിയുടെ എൻഡ് വരുന്നത്. ലൈറ്റ് ഒരു ഡാർക്ക് ചിക്കു ടോണിലുള്ള ടാസൽസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ് എല്ലാ സാരീസിനും. ആ ഒരു ക്രംബിൾ ഫീൽ തന്നെ ക്രഷ് ടിഷ്യൂവിൽ തന്നെയായിരിക്കും ഡിസ്ചാർജ് ഡിസൈനിൽ ഫ്ലോറൽ പാറ്റേണിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിൽ നെക്സ്റ്റ് കളർ വരുന്നത് അക്വാ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ലൊരു ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിലും നല്ലൊരു പാറ്റേണിലാണ്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ് ഫുൾ ബോഡിയും വരുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റഡ് പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. അതേ ഫ്ലോറൽ ഡിസൈൻ തന്നെയായിരിക്കും എൻറ്റയർ സാരിയും. പല്ലു ഗീച്ച വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ആ ഒരു അക്വാ ബ്ലൂ ടാസൽസ് ആയിരിക്കും എൻഡിൽ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. അടുത്ത കളർ വരുന്നത് ലാവൻഡർ ടോൺ ആട്ടോ. നല്ലൊരു മെറ്റാലിക് ലാവൻഡറാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. മാറ്റ് ഫീലിലാണ് എല്ലാ സാരീസും വരുന്നത്. ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ മാറ്റ് ഫീലിൽ വരുന്ന സാരീസാണ്. ടിഷ്യൂ യാൺസ് വരുന്നുണ്ട്. നല്ലൊരു ക്രംബിൾ ഫീലാണ് സാരി ഇരിക്കുന്നത്. ഇതിലും ആ ഒരു മൾട്ടി കോമ്പിനേഷനിലായിരിക്കും. ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ത്രൂ ഔട്ട് ദ ബോഡി വിത്ത് റിബൺ ബോർഡർ. ഗീച്ച വുവൺ സ്റ്റൈലിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ആ ഒരു പേർപ്പിൾ ലാവൻഡർ ടോണിലുള്ള ടാസൽസാണ് എൻഡിൽ വരുന്നത്. പ്രിൻറ്റഡ് ബ്ലൗസ്.
നെക്സ്റ്റ് ക്രഷ് ടിഷ്യൂ സാരി വരുന്നത് ടീൽ ഗ്രീൻ, മെറ്റാലിക് ടീൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. എല്ലാം നല്ല നല്ല കളർ കോമ്പിനേഷനും നല്ലൊരു ഫീലാണ് സാരിക്ക് വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെ നമ്മുടെ കയ്യിൽ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയും ആ ക്വാളിറ്റിയും നല്ലത് നമ്മൾ കൈ കിട്ടുമ്പോഴായിരിക്കും സാരിയുടെ ആ ഒരു ടെക്സ്ചർ നമുക്ക് മനസ്സിലാവുക. വീഡിയോയിൽ ഈ ഒരു ക്രംബിൾ ഫീൽ എത്രത്തോളം കൺവേ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ലൊരു ഫാബ്രിക്കിലാണ് സാരി വരുന്നത്. ഗീച്ച വുമൺ സ്റ്റൈലിൽ തന്നെ മുന്താണി വരുന്നുണ്ട്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. പ്രിൻറ്റഡ് ബ്ലൗസ്. ബ്യൂട്ടിഫുൾ ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന സാരിയിൽ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഐവറി ഒലിവ് ഗ്രീൻ ബ്ലെൻഡഡ് ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു മൾട്ടി കോമ്പിനേഷനുള്ള ബേസ് വന്നിട്ട് അതിലും ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നുണ്ട്. സിമ്പിൾ ബോർഡർ, ഒരു റിബൺ ബോർഡർ വരുന്നുണ്ട്. സിമ്പിൾ ബോർഡറായിട്ട് ഫ്ലോറൽ പാറ്റേണിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം ഗീച്ച വുമൺ പാറ്റേണിൽ വിത്ത് ടാസിൽസ് ആയിരിക്കും പല്ലു ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഡിസ്ചാർജ് പ്രിൻറ്റിൽ ഫ്ലോറൽ ഡിസൈനിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് ക്രഷ് ടിഷ്യൂ സാരി വരുന്നത് ഒരു ഡ്യുവൽ കോമ്പിനേഷനിലാട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം വരുമ്പോൾ നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് അപ്പർ പോർഷൻ വരുന്നത്. ലോവർ പോർഷൻ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഒരു മിഡ് നൈറ്റ് ബ്ലൂ നേവി ബ്ലൂ കോമ്പിനേഷനിലായിരിക്കും ലോവർ ഏരിയ വരിക. അങ്ങനെ രണ്ട് കളർ കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് തന്നെയാണ്. ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത്. സിമ്പിൾ ബോർഡർ, ആൻറ്റിക് ഷെയ്ഡിലുള്ള സിമ്പിൾ ബോർഡർ, 1/4 ഇഞ്ചിലുള്ള ബോർഡർ ആയിരിക്കും രണ്ട് സൈഡിലും വരുന്നത്. മുന്താണി ഇതിൻ്റെ പല്ലു വരുന്നത് ആ ഒരു ഗീച്ച വീവിൽ തന്നെയാണ് കേട്ടോ. സാരിയുടെ ടെക്സ്ചർ ഞാൻ ഒന്നും കൂടി ക്ലോസർ ഷോട്ടിൽ കാണിക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും സാരിയുടെ ടെക്സ്ചർ വരിക. ക്രഷ് ഫോമിലാണ് സാരി വരുന്നത്. ഒരു ക്രംബിൾ ഫീലിലായിരിക്കും സാരി. പക്ഷേ അങ്ങനെ ചുളുങ്ങത്തൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ആവുന്ന സാരിയാണ്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ ഡിസൈനിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്ന സാരീസ് ആയിരുന്നു വന്നത്. നല്ല കളർ കോമ്പിനേഷനിലും ഫാബ്രിക്കിലുമാണ് കേട്ടോ എല്ലാ സാരീസും വന്നത്. ഇതിൽ ലാസ്റ്റ് വണ്ണാണ് വരുന്നത്. ഇത് വരുന്നത് നല്ലൊരു പെയിൽ ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ബേസ് വരുന്നത്. അതിലും നല്ലൊരു കോമ്പിനേഷനുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആണ് എൻറ്റയർ ബോഡി വരുന്നത്. കൂടാതെ ഇതിലൊരു ലഹരിയ ഡിസൈൻസ് വരുന്നുണ്ട് സാരിയിൽ. ഒരു ഡയഗണൽ സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ടാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന സാരി. പല്ലു ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണി. എല്ലാ സാരീസിനെയും എൻഡ് വരുമ്പം ഗീച്ച വീവിലാണ്, ഗീച്ച വുമൺ സ്റ്റൈലിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ് സാരിക്ക്. ലഹരിയ ഡിസൈനിൽ തന്നെയായിരിക്കും. ഡയഗണൽ പാറ്റേണിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്.